ഹലോ നമസ്കാരം. മൈൻഡ് സൂമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഷഹന. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഒരു റിലേഷൻഷിപ്പ് ടോക്സിക് ആണെന്ന് അറിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് നമ്മൾ അതിൽ തന്നെ തുടരുന്നത്. അതിലൊരുപാട് റീസൺസ് ഉണ്ട്. അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഒരു റിലേഷൻഷിപ്പ് നമുക്ക് പെയിൻ മാത്രമാണ് തരുന്നതെങ്കിൽ തീർച്ചയായും അതൊരു ടോക്സിക് റിലേഷൻഷിപ്പാണ്. അതിൽ വേറെയും ഒരുപാട് റെഡ് ഫ്ലാഗ്സ് ഉണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. പലപ്പോഴും സ്നേഹക്കൂടുതൽ കൊണ്ടാണ് ടോക്സിക് റിലേഷൻഷിപ്പ് ഉണ്ടാവുന്നതെങ്കിലും ഇതൊരു പരിധിയിൽ കൂടുതലായാൽ നമ്മളെ മെൻ്റൽ ഹെൽത്തിനെയും ഈ റിലേഷൻഷിപ്പിനെയും ഒരുപാട് ബാധിക്കാറുണ്ട്. എന്നിരുന്നാലും നമ്മൾ ഇതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാതെ ഇതിൽ തന്നെ തുടരുന്നത് എന്തുകൊണ്ടാണ്? ഇതിനൊരുപാട് സൈക്കോളജിക്കൽ റീസൺസ് ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് ആദ്യം നോക്കാം. ഫസ്റ്റ് വൺ, ഫിയർ ഓഫ് ബീയിങ് അലോൺ, ഒറ്റപ്പെടലിൻ്റെ പേടി. ഈ വ്യക്തി എങ്ങാനും നമ്മുടെ ജീവിതത്തിൽ നിന്ന് പോയി കഴിഞ്ഞാൽ നമ്മൾ ഒറ്റപ്പെട്ടു പോകുമോ എന്നൊരു തോന്നൽ നമ്മളിൽ ഉണ്ടാവുക. അതായത് നമ്മളിങ്ങനെ വിചാരിക്കുകയാണ്, ഈ വ്യക്തി എങ്ങാനും പോയി കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് ഒറ്റപ്പെടൽ നേരിടേണ്ടി വരും, നമുക്ക് പിന്നെ വേറെ ആരും ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പ് ഉണ്ടാവുന്നതിന് മുന്നേ നമുക്കുണ്ടായിരുന്ന ആ സിംഗിൾ ലൈഫിനോടുള്ള ഒരു താല്പര്യക്കുറവ്. ഫിയർ ഓഫ് ബീയിങ് അലോൺ എന്ന് പറയുന്നത് തീർച്ചയായും ടോക്സിക് റിലേഷൻഷിപ്പിൽ കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ തന്നെയാണ്. പലപ്പോഴും ഒറ്റപ്പെടൽ നമുക്ക് ഒരുപാട് ആൻസൈറ്റി ഉണ്ടാക്കാറുണ്ട്. ഇത് നമ്മളൊരു ഡിപ്രഷനിലോട്ട് തന്നെ കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ ഇതൊക്കെ ഈ റിലേഷൻഷിപ്പിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു റീസണായി മാറുന്നു. മറ്റൊരു പോയിന്റാണ് ലോ സെൽഫ് എസ്റ്റീം. അതായത് നമുക്ക് നമ്മളിൽ തന്നെ ഒരു കോൺഫിഡൻറ്റ് ഇല്ലാത്ത അവസ്ഥ. നമുക്ക് തന്നെ തോന്നുകയാണ് നമ്മൾ നല്ല റിലേഷനൊന്നും ഡിസേർവ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ നന്നായി ട്രീറ്റ് ചെയ്യപ്പെടാൻ ഞാൻ അർഹിക്കുന്നില്ല, എനിക്ക് ഇതൊക്കെ വിധിച്ചിട്ടുള്ളൂ, ഇതെൻ്റെ വിധിയാണ്, അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പ് ഇങ്ങനെ ആയിത്തീരാൻ ഞാനും ഒരു റീസണാണ്, എൻ്റെ പ്രവൃത്തികളൊന്നും ശരിയല്ല, എൻ്റെ ചിന്തകളൊന്നും ശരിയില്ല, അങ്ങനെ സ്വയം കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ഒരു ഗിൽറ്റി ഫീൽ, അല്ലെങ്കിൽ നമ്മൾ നമ്മളെ തന്നെ കുറച്ച് കാണുക, നമ്മുടെ വർത്ത് എന്താണെന്ന് നമുക്ക് തന്നെ തിരിച്ചറിയാത്തൊരവസ്ഥ. അത് ഈ റിലേഷൻഷിപ്പിൽ തന്നെ തുടരാനുള്ളൊരു റീസണാണ്. മറ്റൊരു പോയിൻ്റാണ് സൈക്കിൾ ഓഫ് അബ്യൂസ്. അതായത് അബ്യൂസ് ഇങ്ങനെ തുടർച്ചയായി സംഭവിച്ചുകൊണ്ടിരിക്കുക, അതിങ്ങനെ ഒരു സൈക്കിൾ പോലെ തുടരുന്ന ഒരവസ്ഥ. അതായത് ഈ വ്യക്തി നമ്മളെ നന്നായിട്ട് ടോർച്ചർ ചെയ്യുന്നു, നമ്മൾ ഒരുപാട് വേദനിക്കുന്നു, കരയുന്നു. എന്നിരുന്നാലും ഇതിൽ നിന്ന് നമ്മൾ മൂവ് ഓൺ ചെയ്യാനുള്ള ഒരു ധൈര്യം കിട്ടുമ്പോഴേക്കും, ഇതിൽ നിന്ന് നമ്മൾ മൂവ് ഓൺ ചെയ്ത് വരുമ്പോഴേക്കും ആ ഒരു പോയിന്റിൽ ഈ വ്യക്തി തിരികെ വരികയും നമ്മളോട് സോറി പറയുകയും ഇനി ഇത് റിപ്പീറ്റ് ചെയ്യില്ലെന്ന് പറയുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ അയാൾക്ക് ഒരു ചാൻസ് കൂടെ കൊടുക്കുകയാണ്. എന്നിരുന്നാലും ആ വ്യക്തി ഇത് തുടർന്നുകൊണ്ടേയിരിക്കും. ഈ അബ്യൂസ് ഇങ്ങനെ നടക്കും, ഇതൊരു സൈക്കിൾ പോലെ നടന്നുകൊണ്ടിരിക്കും. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ബ്രെയിൻ ഇതിനെ നോർമലൈസ് ചെയ്യുകയും നമ്മൾ ഇത്തരത്തിലുള്ള അബ്യൂസിനോടൊക്കെ ഭയങ്കര നോർമലായി കാണുകയും ഇതിൽ അബ്നോർമലായിട്ട് ഒന്നുമില്ല എന്നൊരു തോന്നൽ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുകയും ചെയ്യുന്നു. ആ ഒരു റീസൺ കൊണ്ട് നമ്മൾ ഇതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുന്നു. മറ്റൊരു റീസണാണ് ഈ അബ്യൂസറിനോട് വിക്റ്റത്തിന് തോന്നുന്ന ഒരു ഇമോഷണൽ കണക്ഷൻ. അതായത് ഇങ്ങനെ അബ്യൂസ് നടക്കുന്നതിൻ്റെ ഭാഗമായി, ഇതിങ്ങനെ സൈക്കിൾ പോലെ തുടരുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഇയാളോട് ഒരു അഫെക്ഷൻ ഫീൽ ചെയ്യുക, അല്ലെങ്കിൽ ഒരു അറ്റാച്ച്മെൻറ്റ് ഉണ്ടായിക്കൊണ്ടിരിക്കുക. അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഇയാളോട് ഒരു കണക്ഷനോ അല്ലെങ്കിൽ ഒരു അഡിക്ഷനൊക്കെ ഉണ്ടാവുന്നു. നമുക്ക് വേണമെങ്കിൽ ഇതിനെ ട്രോമ ബോണ്ടിങ് എന്നൊക്കെ വിളിക്കാം. ഇത്തരത്തിലൊരു ട്രോമ ബോണ്ടിങ് കാരണം നമ്മൾ ഈ വ്യക്തിയിൽ തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഈ വ്യക്തിയിൽ നമുക്കൊരു അഡിക്ഷൻ തോന്നുന്നു. അതായത് സബ്സ്റ്റൻസ് അഡിക്ഷനെ കുറിച്ചൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ആൽക്കഹോൾ അഡിക്ഷൻ, ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. പല ഡ്രഗ്സിനോട് നമുക്ക് അഡിക്ഷൻ തോന്നാറുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സബ്സ്റ്റൻസ് അഡിക്ഷനൊക്കെ ഭയങ്കര ഓവർ റേറ്റഡ് ആണ്. ഒരു വ്യക്തിയോട് നമുക്ക് തോന്നുന്ന അഡിക്ഷൻ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുക എന്നുള്ളത്. പിന്നെ മറ്റൊരു റീസണാണ് മറ്റുള്ളവർ എന്ത് വിചാരിക്കും. അതായത് ഞാൻ ഈ വ്യക്തിയിൽ നിന്നും ഇറങ്ങിപ്പോന്നാൽ, ഈ വ്യക്തിയെ ഉപേക്ഷിച്ചാൽ എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തുമോ? പ്രത്യേകിച്ച് മാരേജ് പോലുള്ള ഒരു ലോങ് ടേം റിലേഷൻഷിപ്പ് ആണെങ്കിൽ അതിൽ നിന്നും ഇറങ്ങി വന്നു കഴിഞ്ഞാൽ വീട്ടുകാരും നാട്ടുകാരും ബന്ധുക്കളും ഒക്കെ നമ്മളെ ഒറ്റപ്പെടുത്തുമോ, അല്ലെങ്കിൽ നമ്മളെക്കുറിച്ച് മോശമായി ചിന്തിക്കുമോ? അത്തരത്തിലൊരു തോന്നൽ നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടാവുക. ആ ഒരു പേടി നമ്മളെ വല്ലാതെ എഫക്റ്റ് ചെയ്യാറുണ്ട്. അത് കാരണം നമ്മൾ ഇതിൽ തന്നെ തുടരാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. പിന്നെ മറ്റൊരു റീസണാണ്, ഞാൻ ഇതിൽ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ, അല്ലെങ്കിൽ ഇതൊരു ലോങ് ടേം റിലേഷൻഷിപ്പ് ആയതുകൊണ്ട് എൻ്റെ ഒരുപാട് ടൈം ഞാൻ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത്തരത്തിലൊരു തോന്നൽ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുക. അപ്പോൾ ഈ റിലേഷൻഷിപ്പ് എങ്ങാനും ഇവിടെ വെച്ച് അവസാനിപ്പിച്ചാൽ അത് ഞാൻ ലൈഫിലൊരു ഫെയിലിയർ ആയി എന്നുള്ളൊരു തോന്നൽ നമുക്കുണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. പിന്നെ മറ്റൊരു റീസണാണ്, ഈ റിലേഷൻഷിപ്പിൻ്റെ തുടക്കകാലത്ത് നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന ഒരു ഹാപ്പിനെസ്, അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഈ വ്യക്തി നമുക്ക് തന്നിട്ടുണ്ടായിരുന്ന ഒരു സ്നേഹം, കെയർ, അതൊക്കെ അതിനെക്കുറിച്ചുള്ള ഓർമ്മകൾ, അല്ലെങ്കിൽ ഈ വ്യക്തി വീണ്ടും അങ്ങനെ ആവുമോ എന്നുള്ളൊരു ഹോപ്പ് നമ്മളിൽ ഉണ്ടാവുന്നു. അതുകൊണ്ട് നമ്മൾ ഈ റിലേഷൻഷിപ്പിൽ തന്നെ തുടരാൻ ശ്രമിക്കുന്നു. അതായത് ഈ റിലേഷൻഷിപ്പിൻ്റെ ആദ്യത്തിൽ ഇതൊരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് ആയതുകൊണ്ട് നമുക്ക് ഒരുപാട് ഹാപ്പിനെസ് കിട്ടിയിട്ടുണ്ടായിരിക്കും. അതായത് ഈ റിലേഷൻഷിപ്പ് നമ്മുടെ ബോഡിയിൽ ഒരുപാട് സെറോട്ടോണിൻ, ഡോപ്പമിൻ പോലുള്ള ഒരുപാട് ഹോർമോൺസിൻ്റെ ഒക്കെ പ്രവർത്തനം കാരണം നമുക്ക് ഭയങ്കര ഹാപ്പിനെസ്സോ അല്ലെങ്കിൽ നമുക്ക് ഇതുവരെ കിട്ടാത്ത നല്ല രീതിയിലുള്ള ഒരു ഇമോഷനൊക്കെ കിട്ടിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് അതിനോടൊരു
അഡിക്ഷൻ ഉണ്ടായിരിക്കും സ്വാഭാവികമായിട്ടും. അപ്പോൾ വീണ്ടും അത് കിട്ടാനുള്ള ഒരു സെർച്ചിലായിരിക്കും നമ്മൾ. ഇതൊക്കെയാണ് ഒരു ടോക്സിക് റിലേഷൻഷിപ്പ് ആണെന്ന് അറിഞ്ഞിട്ടും അതിൽ തന്നെ തുടരാനുള്ള റീസൺസ്. ഇനി ഈ അൺഹെൽത്തി പാറ്റേൺ എങ്ങനെ ബ്രേക്ക് ചെയ്തിട്ട് നമുക്ക് ഇതിൽ നിന്നും മൂവ് ഓൺ ചെയ്യാം എന്നതിനെക്കുറിച്ച് നമുക്ക് മറ്റൊരു വീഡിയോ ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.